ഏഷ്യ കപ്പ് ഫൈനൽ മത്സരം നടക്കുന്ന ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ്. ഈ ഒരു മത്സരം ജോർദാനും ഖത്തറുമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം അവരുടെ സ്വന്തം നാട്ടിലാണ്. കഴിഞ്ഞ ഏഷ്യ കപ്പ് എടുത്തത് ഖത്തറാണ്. അതുപോലെ വീണ്ടും ഇത് ഖത്തർ എടുക്കുകയാണെങ്കിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കും. ആവേശം നിറഞ്ഞ ആഘോഷമാണ് സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതലായിട്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളിലേക്കും ഫൈനൽ കപ്പ് ആര് നേടും എന്നതിനെക്കുറിച്ചുള്ളൊരു ആകാംക്ഷയൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ആ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. രണ്ടായിരത്തി ഫിഫ വേൾഡ് കപ്പ് ഫൈനലിന് വേദിയായ നമ്മൾ ഈ കാണുന്ന ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് തിരശീല വീണത്. ഖത്തറും ജോർദാനും തമ്മിലുള്ള വാശിയേറിയ പോരാട്ട മത്സരമാണ് നാം ഏവരും കണ്ടത്. നമ്മൾ സ്റ്റേഡിയത്തിന് പുറത്ത് നിൽക്കുന്ന ഈ സമയം കൃത്യം 6:30 ഖത്തർ സമയം. അതായത് ഏകദേശം കളി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞ്. എന്നിട്ടും ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കാത്തു നിൽക്കുകയാണ്. അത്രയ്ക്കും വാശിയേറിയ ഒരു മത്സരമാണ് ഖത്തറും ജോർദാനും തമ്മിൽ നമ്മൾ കണ്ടത്. ആ വാശിയേറിയ മത്സരം നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് ആരാധകർ ഒന്നടങ്കം തടിച്ചുകൂടിയത്. ജോർദാൻ ഫുട്ബോൾ പരിശീലകൻ ഹുസൈൻ അമ്മോത്ത്
احنا في ما في مشكله. Okay, why did you come up here? You were there. There are women here. Please, get down. Okay. ജോർദാൻ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആദ്യ പകുതിക്ക് ശേഷമുള്ള കളിയിൽ ജോർദാൻ്റെ മുന്നേറ്റം. പ്രതിരോധ നിര വളരെയധികം നിരാശപ്പെടുത്തി. എന്നാൽ ഈ ഒരു സമയം ഖത്തർ വളരെയധികം വിലപ്പെട്ട സമയമായി കണക്കാക്കിക്കൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ നിരക്ക് കൂടുതൽ ശക്തി പകരുകയും അഫീഫിലൂടെ വൻ മുന്നേറ്റമാണ് ഖത്തർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഖത്തറിനെ വളരെയധികം അനായാസത്തോടു കൂടി തന്നെ ഈ ഒരു വിജയം സുരക്ഷിതമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇത് ആരാധകർ വളരെയധികം നമ്മൾ ഈ കാണുന്നത് പോലെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഖത്തർ ആരാധകരെ ഏറ്റവും കൂടുതൽ ആവേശഭരിതമാക്കിയത് ഖത്തറിൻ്റെ ഗോൾ കീപ്പറാണ്.
അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രകടനം ആരാധകരിൽ തെല്ലുമല്ല ആവേശം നിറച്ചത്. ഒരു രാജ്യം അവരുടെ സ്വന്തം രാജ്യത്ത് കപ്പടിക്കുക എന്ന് പറയുന്നത് അതിലേറെ അഭിമാനം വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഈ ഏഷ്യ കപ്പ് എടുത്ത ഖത്തറിന് രണ്ടാം തവണ തുടർച്ചയായാണ് നമുക്കൊക്കെ അറിയാം ഏഷ്യ കപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വളരെയധികം ഹർഷാരവത്തോട് കൂടിയിട്ട് അവരുടെ ടീമംഗങ്ങൾ ഈ പാതയിലൂടെ കടന്നു പോകും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഖത്തർ അമീർ വളരെയധികം പ്രാധാന്യത്തോട് കൂടിയിട്ട് ഈ ഒരു മത്സരം വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിലെത്തിയതും ആരാധകർക്ക് വളരെയധികം ആവേശം പകർന്നു. ജോർദാൻ്റെ മുന്നേറ്റ നിരയിലുണ്ടായ തകർച്ച തന്നെയാണ് ഒരുപക്ഷെ അവരുടെ പരാജയത്തിൽ കലാശിച്ചതും. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ ആ ഒരു ഫുട്ബോളിനോടുള്ള അഭിനിവേശം ഒട്ടും മങ്ങാതെ തന്നെ ഫുട്ബോൾ ആരാധകർ അതൊന്നടങ്കം ഏറ്റെടുത്തത് നമ്മൾ ഈ കാണുന്ന ജനസഞ്ചയത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വിജയം ആഘോഷിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഖത്തറിലെ ജനങ്ങൾ ഏറ്റെടുത്തത്. ഒരുപക്ഷെ ഖത്തറിൽ നടന്ന മെഗാ ഇവൻറ്റുകളിൽപ്പെട്ട രണ്ടാമത്തെ ഫിഫ വേൾഡ് കപ്പിന് ശേഷം മെഗാ ഇവൻറ്റുകളിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു ഇവൻ്റാണ് ഈ നടന്ന ഏഷ്യ കപ്പ് മത്സരം. ഖത്തറിൻ്റെ ചരിത്രത്തിൽ തന്നെ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മെഗാ ഇവൻ്റാണ്. നമ്മൾ ഈ കാണുന്നതാണ് ബോളിവാർഡും അതേപോലെ തന്നെ ലുസൈൽ സ്റ്റേഡിയവും. ഇന്ത്യൻ പതാക അത് എത്ര ഭംഗിയാർന്ന രീതിയിലാണ് മറ്റു രാജ്യങ്ങൾക്ക്, അതായത് ഏഷ്യ കപ്പിൽ പങ്കെടുത്ത മറ്റു രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് തൻ്റെ രാജ്യത്തിൻ്റെ വിജയം മറ്റ് തൻ്റെ അംഗങ്ങളോട് കൂടിയിട്ട് ആഘോഷിക്കുന്ന ആ ഒരു കാഴ്ച, അത് ആരാധകരിൽ കൂടുതൽ വളരെയധികം പ്രചോദനം ഉണ്ടാക്കിയെന്നതാണ്. ഇത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഏഷ്യ കപ്പ് ഫൈനൽ, അതും കഴിഞ്ഞ പ്രാവശ്യം UAE എടുത്തപ്പോൾ ഈ പ്രാവശ്യം തങ്ങളുടെ രാജ്യത്ത് തന്നെ കപ്പെടുക്കാൻ സാധിക്കും.
അർജൻറ്റീന ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്ന് കപ്പെടുത്തപ്പോൾ ബോളിവാർഡിൽ വന്ന് ഇതുപോലെ ബസ്സിൽ മെസ്സിയും തൻ്റെ ടീമംഗങ്ങളും വന്നതുപോലെ ഖത്തർ തങ്ങളുടെ ടീമംഗങ്ങളുമായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. النادي والاحتفال سويا بهذا الانجاز الرياضي في دولة قطر عاصمة الرياضة في العالم. ഈ ഒരു വെടിക്കെട്ടോടു കൂടി ഖത്തറിലെ ഏഷ്യ കപ്പിന് തിരശ്ശീല വീഴുകയാണ്. ഇനി 2027 സൗദി അറേബ്യയിലാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.